സ്നേഹനമസ്കാരം പ്രിയപ്പെട്ടവരെ. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ നിമിഷത്തിൽ. കാരണം മലയാളികളുടെ സ്വന്തം ബഷീറിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതിലുകളിലൂടെ തുടങ്ങി ബഷീറിൻ്റെ കൃത്യമായ ഭാവാവിഷ്കാരം എല്ലാം തന്നെ നമ്മൾ കാത്തിരുന്നത് പോലെ ആയിരുന്നു ഇവിടെ അരങ്ങേറിയത്. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ എവിടെ നിന്ന് പറയണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ അറിയില്ല. ഒരുപക്ഷെ പറഞ്ഞ് നീണ്ടുപോയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ എഴുതിയൊക്കെ കൊണ്ടുവന്നത്. ഇത് റെഫറൻസ് നോക്കിയിട്ടൊന്നും എഴുതിയതല്ല. എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നത് ഇരുന്നെഴുതിയതാണ്. ഇതൊന്നും നോക്കിയിട്ടൊന്നും എഴുതിയിട്ടുള്ളതല്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല എങ്കിലും മലയാളിയോട് ബഷീറിനെ കുറിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല. കാരണം മലയാളിയാണോ എങ്കിൽ ബഷീറിനെ അറിഞ്ഞിരിക്കും. എന്തു മുതലാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടു തുടങ്ങിയെന്ന് ഓർമ്മയില്ല. 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് രമണി ടീച്ചർ ഞങ്ങളുടെ കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു, ആരാകണമെന്നാണ് ആഗ്രഹമെന്ന്. ഓരോ കുട്ടികളോടും ഇങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ഊഴം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ആകണമെന്ന്. അപ്പോൾ അവിടെയുള്ള ഒരു കുട്ടി, ആൺകുട്ടി ചോദിക്കുകയാണ്, നീ അതിന് ആണല്ലല്ലോ, പെണ്ണല്ലേ, പിന്നെ നീ എങ്ങനെ ബഷീറാകുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ബഷീറാകും, അത് നിനക്ക് മൊട്ടത്തല വരണമല്ലോ. അങ്ങനെ അന്ന് ടീച്ചറും കുട്ടികളും എല്ലാവരും പൊട്ടിച്ചിരിച്ച് കളിയാക്കിയിട്ടും ആ ഒരു ബഷീർ എന്നുള്ള ഒരു സ്മരണ, അത് എന്നു മുതലാണ് ബഷീറിനെ കുറിച്ച് കേട്ടു തുടങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ഉമ്മയുടെ ഉമ്മുമ്മ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. അവര് ചെറുപ്പത്തിലെ മടിയിൽ കിടത്തി പറഞ്ഞു തന്നിരുന്ന ആ കഥകളില് ആനവാരിയും പൊൻകുരിശും മണ്ടമുത്തപ്പയും സൈനബയും റബ്ബർ മൂക്കനും, അങ്ങനെ ബഷീറിന്റെ കഥാപാത്രങ്ങൾ ഓരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന തരത്തിലുള്ള കഥ പറച്ചില് ഉമ്മുമാക്കുണ്ടായിരുന്നു. ആ ഒരു കേൾവിയിൽ നിന്നും വീണ്ടും വീണ്ടുമുള്ള കേൾവി, കുട്ടികൾ അങ്ങനെയാണല്ലോ, ഇഷ്ടമുള്ള കഥകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞു തരും. അതുപോലെ ഈ സോജാ രാജകുമാരി എന്നുള്ള പാട്ട് വളരെ നന്നായിട്ട് ഉമ്മ പാടുമായിരുന്നു. അങ്ങനത്തെ ഒരു ബഷീറിയൻ ബന്ധം ആ കുഞ്ഞിലെ മുതൽ ആ ഒരു സ്മരണ മനസ്സിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതും എനിക്കൊരിക്കലും ബഷീർ ആവില്ല എന്ന് അറിയാനുള്ള ബുദ്ധിയൊന്നും അന്ന് ഇല്ലാതെ പോയതും. ഇവിടെ വിനോദ് ശബ്ദങ്ങൾ എന്ന നോവലിനെ കുറിച്ചിട്ട് പറഞ്ഞു. ശബ്ദങ്ങൾ എന്ന നോവൽ ഏറെയധികം ചർച്ച ചെയ്യപ്പെട്ട നോവലാണ്. ആദ്യം ഈ ശബ്ദങ്ങൾ എന്ന നോവൽ വായിച്ചത് ചെറുതിലെയാണ്. അന്ന് ഞാൻ വിചാരിച്ചു, സർക്കാർ എന്തിനായിരിക്കും ഇത് നിരോധിച്ചത്? ഇത് നിരോധിക്കത്തക്കതായിട്ട് ഒന്നും തന്നെ കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ കുറച്ച് മുതിർന്നതിന് ശേഷം വീണ്ടും വായിച്ചപ്പോഴാണ് എന്താണ് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലായത്. 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശബ്ദങ്ങൾ എഴുതിയത്. യുദ്ധം മനുഷ്യനെ അനുഭവിപ്പിക്കുന്ന ദുരന്തങ്ങളെയും ശാരീരികവും മാനസികവുമായ തകർച്ചകളെയും അതിതീവ്രമായി തന്നെ നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട്. പേരോ നാടോ ഇല്ലാത്ത ഒരു പട്ടാളക്കാരൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷം ഒരു എഴുത്തുകാരനുമായി സംസാരിക്കുന്നതിലൂടെയാണ് കഥാവികാസം സംഭവിക്കുന്നത്. ആ നോവൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇവിടെ വിനോദ് പറഞ്ഞു കഴിഞ്ഞു, രാത്രിയിൽ അവര് വെള്ളം കുടിച്ച് നേരം എടുത്ത് നോക്കിയപ്പോ അതില് ബാക്കിയുണ്ടായിരുന്നത് രക്തമായിരുന്നു എന്ന്. യുദ്ധം മനുഷ്യരെ ക്രൂരരും അനാഥരും നിസ്സഹായരുമാക്കുന്നു എന്ന് ബഷീർ ശബ്ദങ്ങൾ എന്ന നോവലിലൂടെ പറയുന്നു. എന്താണ് ഈ ശബ്ദങ്ങൾ? എന്തുകൊണ്ട് നോവലിന്റെ പേര് ശബ്ദം എന്ന പേര് വന്നു എന്ന അന്വേഷണത്തിൽ നിന്നാണ് നോവലിലെ പലതരം ശബ്ദങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചത്. യുദ്ധഭൂമിയിലെ ആക്രോശങ്ങൾ, അട്ടഹാസങ്ങൾ, വെടിയൊച്ചകൾ, പട്ടിണിയിലകപ്പെട്ട പാവം മനുഷ്യരുടെ വിലാപങ്ങൾ, അനാഥ കുട്ടികളുടെ കരച്ചിലുകൾ, തെരുവിൽ കഴിയുന്ന രോഗം ബാധിച്ച മനുഷ്യരുടെ പരിദേവനങ്ങളും തേങ്ങലുകളും എന്നിങ്ങനെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള മനുഷ്യരുടെ വിലാപങ്ങളായിരുന്നു ഈ ശബ്ദങ്ങളെല്ലാം തന്നെ. തുറന്നെഴുത്ത് അന്ന് വരെ പതിവില്ലാത്ത മലയാള സാഹിത്യത്തിൽ സിഫിലിസ്, ഗൊണോറിയ പോലുള്ള ലൈംഗിക രോഗങ്ങളെ കുറിച്ചിട്ടും സെക്സ് വർക്ക്, ഹോമോസെക്സ് എന്നിവയെ കുറിച്ചെല്ലാം ബഷീർ തുറന്നെഴുതി. യുദ്ധം മൂലമുണ്ടാകുന്ന സാമൂഹിക അധപതനത്തെ, ധാർമ്മിക മൂല്യച്യുതികളെ കുറിച്ചിട്ടും തുറന്നു കാട്ടുവാനാണ് ബഷീർ ഇങ്ങനെ എഴുതിയതെങ്കിലും യാഥാസ്ഥിതികരായവരെ ഈ എഴുത്ത് രോഷം കൊള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്
നമ്മുടെ കുട്ടുനായർ സാറ് പറഞ്ഞ ആ ഒരു വാക്ക് ഇതിനോട് ചേർത്ത് വെച്ച് വിനോദ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇത് നല്ല ഒരു ധാർമ്മികമായ സമൂഹത്തിലേക്ക് പറ്റിയതല്ല, അതുകൊണ്ട് ഇതിനെ നിരോധിക്കേണ്ടതുണ്ട് എന്ന് ആളുകൾ ശബ്ദ മുറവിളി കൂട്ടുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ശബ്ദങ്ങളെ നിരോധിക്കുകയുമാണ് ചെയ്തത്. ഏറ്റവും ബഷീറിന്റെ ഈ നോവലുകളിലെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്താണ് ശബ്ദങ്ങൾ എന്നുള്ള എഴുത്ത്. ബഷീറിന്റെ എഴുത്തിലുള്ള ആ ഒരു ലാളിത്യമോ നർമ്മത്തിൽ പൊതിഞ്ഞ സംഭാഷണ ശകലങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഈ ശബ്ദങ്ങൾ എന്ന നോവലിലില്ല. യുദ്ധത്തിൽ ആരു ജയിച്ചാലും തോൽക്കുന്ന കുറെ മനുഷ്യർ, നിരാലംബരായ കുറെ മനുഷ്യർ അവശേഷിക്കൂ എന്നത് ഈ ഇന്നത്തെ കാലം നമ്മളോട് പറയുന്നുണ്ട്. ബഷീറിന്റെ ശൈലി പൊതുവെ നർമ്മത്തിൽ ചാലിച്ചതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ബഷീർ ഒരു ഡുങ്കുഡുങ്കുടു അങ്ങനെ പോലെ അതേപോലത്തെ ശബ്ദങ്ങളെ കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഭാഷയുടെ ശൈലിയെ കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അർത്ഥമില്ലാത്ത വാക്കുകൾക്ക് അർത്ഥമുണ്ടാക്കുന്ന തരം ഒരു എഴുത്തു ശൈലി എന്ന് പറയാം. നമുക്കറിയാം ബഷീർ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ അത് ഒരു നിഘണ്ടുവിലും ശബ്ദധാരാവലിയിലും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരു ചിരിയോടെ അല്ലാതെ ഓർക്കാനാകാത്ത കഥാപാത്രങ്ങൾ. മണ്ടൻ മൂത്തപ്പയും ആനവാരി രാമൻ നായരും പൊൻകുരിശി തോമയും റബ്ബർ ബോക്കനുമെല്ലാം അവരിൽ ചിലർ മാത്രം. വിശ്വസാഹിത്യ ലോകത്ത് തന്റേതായ കസേര വലിച്ചിടുന്ന സാഹിത്യകാരൻ. MT പറഞ്ഞതുപോലെ കഥകൾ പറഞ്ഞു പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസകാരൻ. ബഷീറിന്റെ എഴുത്തുകൾ ഒരുപാടധികം വായിച്ചിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് നീലവെളിച്ചം എന്ന കഥയാണ്. ആ നീലവെളിച്ചത്തില് നമുക്കറിയാം ഒരു പ്രേതാത്മാവുമായിട്ടുള്ള പ്രണയം, സംവാദം, അവർ തമ്മിലുള്ള സംസാരങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതില് ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീർ എഴുതിക്കൊണ്ടിരിക്കലെ ബഷീറിന് വിളക്കിലെ മണ്ണെണ്ണ തീർന്നു പോവുകയാണ്. അപ്പോ ഒരു നീലവെളിച്ചം കത്തി ആ കത്തിൽ ആ വെളിച്ചത്തിന്റെ ഇതിൽ ബഷീർ തുടർന്ന് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇമാം ഗസാലി എന്നുള്ള ഒരു പണ്ഡിതനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം വളരെ ചെറുതിലെ 48-നേക്കാൾ മുമ്പ് മരിച്ചു പോയ ഒരു മനുഷ്യനാണ്. പക്ഷെ 2 കൈ കൊണ്ടും എഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കിലെ എണ്ണ തീർന്നു പോയപ്പോ അദ്ദേഹത്തിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്നും പ്രകാശം പുറപ്പെട്ടുവെന്നും ആ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകം അദ്ദേഹം അത് എഴുതി പൂർത്തിയാക്കി എന്നുമാണ് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ബഷീറും അത് വായിച്ചിട്ടുണ്ടായിരിക്കാൻ ഒരു സാധ്യത എനിക്ക് തോന്നുന്നു. സത്യമാവണമെന്നില്ല, ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ വെറും ഒരു മനുഷ്യനായിരുന്നില്ല. എഴുത്തു ലോകത്ത് അമാനുഷൻ തന്നെയായിരുന്നു. ആഖ്യയും ആഖ്യാതവും ഇല്ലാതെ സ്വതന്ത്രമായ ഭാഷയിൽ നോവുകളെ പോലും ഹാസ്യരസ പ്രധാനമായി അവതരിപ്പിച്ചു എന്നത് ആ എഴുത്തുകാരന്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതയാണ്. ലോകത്തുള്ള സർവ്വ മലയാളികളും ഒരേ സ്വരത്തിൽ പറയുന്ന വാക്കുകൾ നമുക്കും അഭിമാനത്തോടെ ഏറ്റുപറയാം. മലയാളിക്ക് ഒറ്റ ബഷീറേയുള്ളൂ, അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. പാറ്റയും പഴുതാരയും പാമ്പും എന്നു വേണ്ട സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് മലയാളിയെ പഠിപ്പിച്ചു ബഷീർ. നിരുപ്പാപ്പൊരാനേണ്ടാർന്നു എന്ന കഥയിലെ നിസാർ അഹമ്മദിലൂടെയും കുഞ്ഞുപാത്തുമ്മയിലൂടെയും പാരിസ്ഥിതിക സ്നേഹവും വ്യക്തി ശുചിത്വവും എന്താണെന്ന് വായനക്കാരനോട് ബഷീർ പറയുന്നു. അവൻ കേശവൻ നായരെയും സാറാമയെയും എങ്ങനെയാണ് മലയാളി മറക്കുക? പുഴ നീന്തിക്കടന്ന് ഓറഞ്ച് കൊണ്ടു കൊടുത്തിട്ട് പൂവമ്പഴമാണെന്ന് പറഞ്ഞ കേശവൻ നായർ. അതുപോലെ രണ്ടുപേരും കേശവൻ നായരും സാറാമയും ചായക്കടയിലിരുന്ന് ചായ 2 ചായ എന്ന് കേശവൻ നായർ പറയുമ്പോൾ സാറാമ പറയുന്നുണ്ട് 1 ചായ 1 കാപ്പി. സ്ത്രീയുടെ സ്വാതന്ത്ര്യ ബോധത്തെ അവിടെ വെച്ച് തന്നെ സാറാമ പ്രഖ്യാപിക്കുകയാണ്. ബഷീർ സാറാമയിലൂടെ പ്രഖ്യാപിക്കുകയാണ്, പുരുഷൻ പറയുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല, ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കും എന്നാണ് ആ ഒരൊറ്റ ചായയിലൂടെയും കാപ്പിയിലൂടെയും അവിടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഈ മതിലുകൾ എന്ന സിനിമയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, പുസ്തകത്തിലുണ്ട്. ശിവശിവ കവനത്തിന് കാശോ? ഒരു ജയിലർ ചോദിക്കുകയാണ് ബഷീറിനോട് പണത്തെ സംബന്ധിച്ചിട്ടൊക്കെ. അപ്പൊ പറയുന്നുണ്ട് ശിവശിവ സാഹിത്യത്തെ എവിടിശിയോ കവനത്തിന് കാശോ എന്ന്. അത് സാഹിത്യകാരന്മാർക്കിടയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന വാക്കായിരുന്നു. അന്നത്തെ കാലത്ത് സാഹിത്യകാരന്മാർ പട്ടിണിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക്
ബഷീറിന്റെ ജന്മദിനം എന്ന കഥയും നമ്മുടെ കാരൂരിന്റെ പൊതിച്ചോറ് എന്ന കഥയും ഏകദേശം ഒരേപോലെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. രണ്ടും പട്ടിണിയിൽ നിന്നും കട്ടുതിന്നതിന്റെ കഥയാണ്. ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഒന്നുകൂടെ റിമൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മതിലുകൾക്കപ്പുറം ഇപ്പുറവും നിന്ന് മനസ്സുകൾക്ക് അടുക്കാൻ കഴിയുമെന്ന് മലയാളിയെ പഠിപ്പിച്ച സാഹിത്യകാരൻ. രസകരമായ ശൈലികൾ, ഹാസ്യത്തിൽ ഒളിപ്പിച്ച ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, അതിശയിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ തുടങ്ങി നിരവധിയുണ്ട് മലയാള സാഹിത്യത്തിലെ കഥകളുടെ സുൽത്താനായ ബഷീറിനെ ഓർമ്മിക്കാൻ. പറഞ്ഞ കഥകളിലെല്ലാം സ്വന്തം ജീവിതവും ചുറ്റുപാടുകളും ബഷീർ വരച്ചിട്ടു. താൻ കണ്ട വ്യക്തികളും കാഴ്ചകളുമെല്ലാം തന്റെ കഥകളും കഥാപാത്രങ്ങളുമായപ്പോൾ മലയാളി അതുവരെ കാണാത്ത ഒരു സാഹിത്യ ശാഖയ്ക്ക് മലയാളി സാക്ഷ്യം വഹിച്ചു. ബേപ്പൂർ സുൽത്താൻ, കഥകളുടെ രാജകുമാരൻ, കഥകളുടെ സുൽത്താനായി മലയാളികൾക്ക് ഒരേ ഒരു ബഷീർ മാത്രമേയുള്ളൂ. നർമ്മത്തിൽ പൊതിഞ്ഞ് അസാധാരണമായി അനുഭവിപ്പിച്ച സാധാരണ സംഭവങ്ങൾ, വർത്തമാനം പറയും പോലെ കുറിച്ചിട്ട പച്ചയായ ജീവിതങ്ങൾ, ഇതായിരുന്നു ബഷീർ. ഇവിടെ നമ്മുടെ ഷാജിമോൻ നേരത്തെ പാത്തുമ്മയിലെ ആടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ സമയത്ത് അബിയെ കുറിച്ചിട്ട്, സെയ്ദ് മുഹമ്മദിനെ കുറിച്ചിട്ട്, ഖദീജയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ആ സമയത്ത് അബിയെ ഇങ്ങനെ കാണുന്നില്ല, അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ളിലൊരു ചെറിയൊരു വിഷമം വന്നു. കാരണം ആ പാത്തുമ്മയുടെ ആടിയില് പോക്കറ്റില് വെള്ളയപ്പവും അപ്പവും വെച്ച് പോയിട്ട് ആടത് കടിച്ച്, ട്രൗസറിന്റെ പോക്കറ്റില് അത് കടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ഉള്ളാടത്തിപ്പാറു എന്നുള്ള വിളിയും ആ അബിയുടെയും ആ കുട്ടി സംഘത്തിന്റെയും ആ ഒരു കാഴ്ച കണ്ണിന് ഒരിക്കലും മറഞ്ഞു പോകാത്ത ഒരു കാഴ്ചയാണ്. അതിലുണ്ടായിരുന്ന ഒരു കഥാപാത്രത്തെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല എന്നുള്ളൊരു വാക്ക് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. എന്തായാലും ഇങ്ങനെ ഒരു എന്റെ സംസാരത്തിന്റെ അവസാനം എത്തിയപ്പോഴേക്കും അനീസ് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങളൊക്കെ പ്രഭാഷണം ചെയ്ത് അനീസ് കേട്ടില്ലല്ലോ, എന്റെ അവസാനത്തിൽ അനീസ് കേട്ടല്ലോ. അതിലൊരു സന്തോഷമുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു അവസരം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി ബഷീറിന്റെ ഓർമ്മ ദിനത്തില് പുരസ്കാര ജേതാവായ നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ പ്രസിഡന്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ ഇങ്ങനെ ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിലും അദ്ദേഹത്തിനോട് സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇനി നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ അതിഥി അനീസിനും കൂടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.